യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ബെറ്റി. ഞാൻ ഇരിഞ്ഞാലക്കുട രൂപതയിലെ കൽപ്പറമ്പ് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് പാൻക്രിയാസിൻ്റെ മുഖത്ത് വലിയൊരു മുഴയായിരുന്നു. അങ്ങനെ അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 11 മണിക്കൂർ നേരമായിരുന്നു സർജറി. അത് കഴിഞ്ഞ് ICUയിൽ കൊണ്ടുവന്ന് കിടത്തി. 3-ാം ദിവസം എനിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ട് വെന്റിലേറ്ററിലേക്ക് മാറ്റി. വെന്റിലേറ്ററിൽ മാറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് പിന്നെ യാതൊരുവിധ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടുത്തേക്ക് പ്രാർത്ഥന സഹായം അപേക്ഷിച്ച് വിളിച്ചു. അങ്ങനെ ഇവിടുന്ന് പ്രാർത്ഥിച്ചിരുന്നു. അച്ഛൻ വിളിച്ചു പറഞ്ഞു, പാൻക്രിയാസിൻ്റെ മുഖത്ത് മുഴയുള്ള ഒരു മകളെ പേര് വിളിച്ചു പറഞ്ഞു, കർത്താവ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. എന്തിനു വിളിച്ചു പറഞ്ഞു? അത്ഭുതമാലയില അത് താമസമുള്ള ധ്യാനത്തിൽ അത് ഏകദിനത്തിലാണോ? ഏകദിനത്തിൽ വിളിച്ചു പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അതിന് ശേഷം എനിക്ക് കുറവായി. എന്നെ ICUയിലേക്ക് മാറ്റി. ഇപ്പം കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്കിത് ദൈവം തന്നിരിക്കുന്ന ഒരു പുനർജന്മമാണ്, ദൈവത്തിനോട് നന്ദി പറഞ്ഞോളാൻ. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞു. കണ്ടോ, എല്ലാം വിളിച്ചു പറഞ്ഞു. എവിടെ ഇങ്ങനെ കേൾക്കണല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. ആൾക്കാർ ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, 7 ആഴ്ച 9 ആഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാര്യം സാധിച്ചു കിട്ടി. 90 ദിവസം ഞാൻ അത് കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ കിട്ടി. ഒക്കെ നമ്മൾ സാധാരണ ഇഷ്ടംപോലെ അനുഗ്രഹങ്ങൾ. ഇതിൽ നമ്മുടെ സാക്ഷ്യങ്ങളുടെ ഒരു പ്രത്യേകത ഇപ്പോഴും ഞാൻ കണ്ടിരിക്കുക, വിളിച്ചു പറഞ്ഞു. കേട്ടോ, വിളിച്ചു പറഞ്ഞു. എല്ലാം വിളിച്ചു പറയലാണ് ഒരു വലിയൊരു. അത് വിളിച്ചു പറഞ്ഞില്ലെങ്കിലും ഈ ചേച്ചിക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്. പക്ഷെ വിളിച്ചു പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇത് യാദൃച്ഛികമായി സംഭവിച്ചതല്ല. അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ എന്ത് കരുതുന്നറിയോ? ആ മരുന്ന് ശരിയായി ഇതുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കുളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നല്ല ചികിത്സ കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്നൊക്കെ കരുതി, അങ്ങനെ യാദൃച്ഛികമായി സംഭവിച്ചതാണെന്ന് കരുതി അങ്ങനെ നമ്മൾ പോകും. ഇത് നീ യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ഇത് നിൻ്റെ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തിയതാണെന്നുള്ള ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിളിച്ചു പറയുന്നത്. വിളിച്ചു പറഞ്ഞില്ലെങ്കിലും വിളിച്ചു പറഞ്ഞത് ഇതുപോലെ ഉണ്ടെന്ന് വെച്ചാൽ വിളിച്ചു പറയാത്തതെന്ന് മാത്രം ഉണ്ടായിരിക്കും. ആലോചിക്കുന്നത് വിളിച്ചു പറഞ്ഞത് ഇത്ര മാത്രം ഉണ്ട്, അപ്പോൾ വിളിച്ചു പറയാത്തതെന്ന് മാത്രമായിരിക്കും. എല്ലാം വിളിച്ചു പറയാൻ പറ്റും നമുക്ക്, മനസ്സിലായോ? അപ്പോൾ ഇത് ചിലതൊക്കെ വിളിച്ചു പറയുകയാണ് ഒരു ബോധ്യം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ചു പറയാത്തത് എന്തുമാത്രം അനുഗ്രഹമായിരിക്കും. എൻ്റെ മോൾക്ക് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് കുറേ പരിശ്രമിച്ചു, സാധിച്ചില്ല. അങ്ങനെ ഇവിടുത്തെ അത്ഭുത ജപമാല ഞങ്ങൾ കൂടി തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ മാസം അവൾക്ക് പോകാൻ സാധിച്ചു. പിന്നെ എൻ്റെ ചെറിയ മോൾക്ക് എപ്പോഴും ഇടയ്ക്ക് ലൂസ് മോഷൻ വരുന്ന അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ പെട്ടെന്നത് ബുദ്ധിമുട്ടായി. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ അന്നാവെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്കത് കുറവായി. കരങ്ങളടിച്ച് നന്ദി പറയാം. ഓക്കെ.